ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. കർണാടകയിൽ ഉടുപ്പിയിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ മഠമുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ അമ്പലങ്ങളൊക്കെ വരുന്നത്. ശ്രീകൃഷ്ണ ടെമ്പിളുണ്ട്, വേറെയും കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ശ്രീകൃഷ്ണ മഠത്തിൽ നമുക്കത് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് അമ്പലങ്ങളിലോട്ടൊക്കെ പോവാം. വളരെയധികം തിരക്കുള്ളൊരു അമ്പലമാണ്. നമ്മൾ എപ്പോൾ പോയാലും നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ. അത്രയധികം ആൾക്കാർ പല സ്ഥലത്തുകളിൽ നിന്നും വരുന്ന നമുക്ക് കാണാൻ പറ്റും അവിടെ ചെന്ന് കഴിയുമ്പോൾ. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ ക്യൂവിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദർശനം കിട്ടത്തുള്ളൂ. ഭയങ്കര നീണ്ട ക്യൂ ആയിരിക്കും. അവരുടെ ഒരു ക്യൂവിൻ്റെയൊക്കെ ആണെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ അമ്പലങ്ങളിലും കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ശ്രീകൃഷ്ണ മഠം. അവിടെ നിന്ന് നമ്മൾ അമ്പലത്തിലോട്ടുള്ള ദർശനത്തിന് പോകുമ്പം ഇപ്പോൾ വന്നിട്ട് ഒരുപാട് സമയം നമ്മൾ നിൽക്കേണ്ടി വരും. നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ദർശനം അങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ എടുക്കാം. അത് നമ്മൾ കുറച്ചുകൂടെ പൈസ കൊടുത്ത് ക്യൂവിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം തന്നെയാണ് അതിന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ക്യൂ നിൽക്കണം എങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ തൊഴാനായിട്ട് അടുത്തോട്ടെത്തും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ദർശനം എടുത്ത് പോവുകയാണ് ഉള്ളിലോട്ട്. നമ്മൾ ദർശനത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു പാരലലി ഒരു ക്യൂവും കൂടെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും വലിയൊരു ഊട്ടുപുരയും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ദർശനം കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ നീണ്ടൊരു ക്യൂ ആണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാം ഭയങ്കര നീണ്ടൊരു ക്യൂ. പക്ഷെ നമ്മൾ അവിടെയൊന്നും പോയില്ല. സ്പെഷ്യൽ ദർശനം ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ളൊരു ക്യൂ ആണ് കിട്ടിയത്. സോ ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ളത്. ഇതിന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ബിക്കോസ് അവിടെ അലൗഡ് അല്ലായിരുന്നു. നമ്മളിപ്പോൾ നന്നായിട്ട് ദർശനമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടുപുരയിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഗോശാലയുണ്ട്. നമ്മൾ ഗോശാലയിൽ വന്നു. ഒത്തിരി അധികം വെറൈറ്റി പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പശുവിനെ എന്താ പറയുക, നമ്മൾ കൃഷ്ണൻ്റെ കൂടെയുള്ള ഒരു ഇതാണല്ലോ നമ്മൾ പശു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വളരെ നന്നായിട്ട് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതുണ്ട്. അതിൻ്റേതായ വാല്യൂ കൊടുത്തിട്ട് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം ആൾക്കാർ വരുന്നവരൊക്കെ പഴം അതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കൊടുക്കുന്ന കാണാം. അല്ലാണ്ട് തന്നെ അവർക്ക് ഫുഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഗോശാലയായിരുന്നു അത്. പിന്നെ നമുക്കും കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി പശുക്കളെ നമുക്കവിടെ കാണാൻ പറ്റി. ഹൈറ്റുള്ളതും ഹൈറ്റ് ഇല്ലാത്തതും പല ബ്രീഡ് ആയിട്ടുള്ള. അപ്പം നമ്മളിവിടെ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള പല മിൽക്ക് പ്രൊഡക്ട്സും ഇവിടുത്തെ പ്യുവർ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് വന്നു. പുറത്ത് ഒരു പ്രോഗ്രാംസ് എല്ലാം നടക്കുന്ന ഒരു ഹോൾ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇതുപോലെ ഫുള്ള് റെഡി ആയിട്ടുള്ള കുറേ കുട്ടികളെയും കൃഷ്ണനെയൊക്കെ വേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇവിടെ അരങ്ങേറ്റത്തിന് വന്നിരിക്കുകയാണ്. ഈ ഒരു കോമ്പൗണ്ടിൽ നമ്മുടെ ശ്രീകൃഷ്ണ ടെമ്പിൾ മാത്രമല്ല ഒരുപാട് അധികം ടെമ്പിളുകളും ഉണ്ട്. ശിവൻ്റെ അമ്പലമുണ്ട്, വേറെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പഴയ ടെമ്പിളാണ്. 100 ഇയേഴ്സിലെല്ലാം ഓൾഡ് ആയിട്ടുള്ള ടെമ്പിൾസൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. സോ അതെല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം അതൊരു ഭയങ്കര പീസ്ഫുൾ എൻവയോൺമെൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ഒരു ഉടുപ്പി ടെമ്പിൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഒരവസരം കിട്ടുവാണെങ്കിൽ ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം സീ യു നെക്സ്റ്റ് വ്ളോഗ്.